ഹലോ. ആ ഹ ബുഷ്ര. ഹലോ. ബുഷ്രല്ലേ? അതെ, ബുഷ്രയാണ്. ആരാ? ആ നമ്പർ സേവ് ചെയ്തില്ലല്ലേ? ഇല്ല, മനസ്സിലായിട്ടില്ല. ആരായിരുന്നു? ആലോചിച്ച് നോക്ക്. ഉം. അങ്ങട് എപ്പോഴാ പെട്ടെന്നണ്ട്. എപ്പോഴാ വീട്ടിലെത്തിയപ്പോ? ഞാന് ഒരു അല്ല, ആരാണ് ഇതൊക്കെ ശരിക്കും മനസ്സിലായില്ലട്ടോ. ഒന്ന് ടെക്സ്റ്റൈൽസിൽ നിന്ന് ഓ, വന്നിട്ട് അത് സുഹ- ശരി. സുഹൈലാണ്. സുഹൈൽക്കാ. ആ, ഞാനേ നമ്പർ സേവ് ചെയ്യാൻ വിട്ടുപോയി. ആ, അതാണ്. ഞാൻ ഇപ്പൊ വന്ന് കേറിയിട്ടേ ഉള്ളൂ. അതെ. ഉം. എന്തൊക്കെ കുട്ടികളെ വന്നോ? ഇല്ല, സമയാവുന്നല്ലേ ഉള്ളൂ. അതെ. ഉം. വേറെ ഒന്നും, ഞാൻ ഇപ്പൊ ഊണിക്കാൻ ഇറങ്ങിയപ്പോഴേ അത് ഇയാൾക്ക് ശ- വിളിച്ചു നോക്കിയതാ. ഓ. മറ്റന്നാ വരും കേട്ടോ, ഡ്രസ്സ് മറ്റന്നാ വരും. അതെ. ആ, ആ. അയ്യോ, ഞാന് നാളെ വൈകിട്ട് എന്റെ വീട്ടിലോട്ട് പോവാ. അപ്പൊ എന്ത് ആണോ? ചെയ്യും? ആ. അപ്പൊ എപ്പോഴാ തിരിച്ചു വരല്? ഞാൻ പിന്നെ ഇനി 2 ദിവസം കഴിയും. പിന്നെ ഇപ്പോ സൺഡേയും സാറ്റർഡേയും ഒന്നും സ്കൂളില്ലല്ലോ. അപ്പൊ ഞാൻ വീട്ടില് നിക്കാന്ന് വിചാരിച്ചു. അതെ. ഇന്ന് വൈകിട്ട് പോവും ഞാന്. ഒരു കാര്യം ചെയ്യും, മൺഡേ ഞാൻ എത്താം. അപ്പോഴത്തേക്ക് എത്തില്ലേ? ആ ഇവിടെ മറ്റന്നാ എത്തും. അതെല്ലേ. അപ്പൊ കുഴപ്പമില്ല, ഞാന് വരാം. വേറെന്താ? വേറെന്താ, സുഖാണ്, കുഴപ്പമൊന്നുമില്ല. എന്താണ് പന്ത്രണ്ട് ചോദിക്കാം എന്തായിരുന്നു? കേട്ടില്ല. എന്തായിരുന്നു? വന്നപ്പോഴേ കടയിൽ വന്നപ്പോഴേ ആ. വീട്ടിൽ വന്നപ്പോഴേ മുഖത്ത് കാണുന്ന ഒരു പ്രശ്നം. എന്ത് പറ്റി? എന്തോ പറയാനുണ്ട്. നല്ല ബുദ്ധിമുട്ടാണ് പറയണ്ട. എനിക്ക് ശരിക്ക് കേൾക്കാനില്ലാട്ടാ. റേഞ്ച് ഇല്ലാണ്ടാ തോന്നണു. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ശബ്ദത്തിനേ. ഒരു മിനിറ്റ്, ഞാൻ ഫാനും നോക്കാം. ഫാനിന്റെ പ്രശ്നം നോക്കാം. ആ, ഓക്കെ. ഒരു മിനിറ്റ്. ഓക്കെ. ഇപ്പോഴോ? ഇപ്പൊ ഓക്കെ. ഷോപ്പിൽ വന്നപ്പോഴേ ആ. മുഖത്ത് എന്തോ ഒരു വിഷമം. നമ്മൾ കണ്ട ആൾക്കാരാണല്ലോ, നമുക്കറിയാലോ. എന്ത് ഒന്നുമില്ല. പറ്റി? ഒന്നുമില്ല. അത് കാര്യായിട്ടൊന്നുമില്ല. മൂപ്പരാള്. എന്തോ ഒരു വിഷമം ഫീൽ ചെയ്തില്ല. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. ആ. അത് പറയത്തൊക്കെ ഒന്നുമില്ല. ഇപ്പൊ ഇടയ്ക്കിടയ്ക്കുള്ള തന്നെയാണ്. ഷായിക്കാക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഭ്രാന്തുണ്ട്. അപ്പൊ എന്തേലൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ചൂടാവും. അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു അത്. ഞാൻ പുള്ളിയോട് ഷെരീഫ് അപ്പൊ വരലില്ലേ? ഏ ഷെരീഫിന്റെ ഷെരീഫ് ഏട്ടനാണ്, ഷായിക്കയാണ്. ഷാഹിദ്. ആ, ആ, ശരി. ഏട്ടനാണ്. ആ, ആ. ഉം. ഓ, ഷാഹിദിന്റെ ഭാര്യയാണല്ലേ? ആ, ഷാഹിദിന്റെ ആണ് അവര്. ആ, ഞങ്ങളുടെ ഞാനൊന്ന് കല്യാണം ഒരേ ദിവസമായിരുന്നു. അത് ശരി, ഞാൻ ഷെരീഫിന്റെ ഭാര്യ ഇഷ്ടരിക്കല. അല്ല, ഷാഹിദിന്റെ ഭാര്യയാണ്. ഷാഹിദ് ഗൾഫില്ലല്ലോ. അതെ. ആ, 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 ആ. 2 കൊല്ലായി പോയിട്ട്. ഏ? 2 കൊല്ലായി പോയിട്ട്. ഓ, 2 വർഷയാ? ആ, 2 വർഷമായി. അയ്യോ, എങ്ങനെയാ ഇപ്പൊ 2 വർഷമൊക്കെ ആയിട്ട് കാണാണ്ടിരിക്കുന്നത്? എന്ത് ചെയ്യാനാ? കാത്തിരുന്നല്ലേ നിവൃത്തിയുള്ളൂ. സമ്പാദിക്കാൻ പോയതല്ലേ. എങ്ങനെ സമ്പാദിച്ചാ മതിയാ? എന്നാ ശരി നമ്മൾ എന്നാ. അതിര് കടക്കണ്ടോ സംശയം. സോറിട്ടാ. അങ്ങനെയൊന്നുമില്ല. എനിക്ക് നിങ്ങൾ അറിയാലോ. ആ, കുഴപ്പമൊന്നുമില്ല. വീട് അവിടെ തന്നെയാണോ? എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. 2-3 എവിടെയാ? കിലോമീറ്റർ ഉള്ളൂ. എവിടെയാ? പാട്ടിക്കര എന്ന് പറയും. ആണോ? ഉം. വീട്ടിലാരൊക്കെ ഉണ്ടപ്പോ? വീട്ടില് ഉമ്മ, അനിയൻ, അനിയത്തി, പിന്നെ ഉപ്പ, എല്ലാരും ഉണ്ട്. ആ, ഉം. കാണണമെന്നുണ്ട് ട്ടോ. ഇന്നല്ലേ നമ്മള് ഷോപ്പിൽ കണ്ട്. അത് അതെ. പോരെ? അല്ല, നീട്ടൊന്ന് ഷോപ്പിംഗ് പിന്നെ അവിടെ എല്ലാരും ഉണ്ടായിരുന്നല്ലോ. അത് കാരണം ഞാൻ വിശദമായിട്ട് എന്നാ ശരി എന്നാ. സംസാരിക്കാനൊന്നും എന്തോ പറ്റിയില്ല. എനിക്ക് ഏ? എന്നാ ഞാൻ പിന്നെ വിളിക്കാം എന്നാല്. നിങ്ങള് അങ്ങോട്ട് ഒഴിഞ്ഞു മാറണ്ടേ? ഞാൻ വെറുതെ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. അല്ല, ഇപ്പൊ ഞാൻ എവിടെയാണ്? ഇപ്പൊ വീട്ടിലാ. അതെല്ലേ. വീട്ടിലാരൊക്കെ ഉണ്ട്? ഷോപ്പിൽ നിന്ന് ഇറങ്ങി, ഭക്ഷണമൊക്കെ ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ച 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പോയിട്ടുള്ളൂ. അത് ശരി. വീട്ടില് വൈഫുണ്ട്, ഒരു ഉം. കുട്ടിയുണ്ട്. ഉം. അവര് ഈ പറഞ്ഞ പോലെ തന്നെ ഉള്ളി വായ്പ പോയിക്കാൻ ഏ ഇപ്പൊ ഒറ്റയ്ക്കാ. അതെ. ഉം. അത് ശരി. എന്ത് ജീവിതമൊക്കെ ഒരു ഒന്നരി. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ ഒന്നും കിട്ടില്ല. എല്ലാരും ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ്. തന്റെ ലൈഫ് കഷ്ടപ്പാട്. എങ്ങനെ? കൊഴപ്പില്ല. ഇക്കവടല്ലേ. ആ, അതിന്റെ ഒരു കുഴപ്പമില്ലാന്ന് പറയണില്ല, എന്തോ ഒന്നുണ്ട്. അത് മനുഷ്യന്മാരല്ലേ. അങ്ങനെ ഇല്ലാണ്ടിരിക്കോ?
എല്ലാവർക്കും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ തന്നെയല്ലേ. എല്ലാം റോട്ടിലെ നമ്മൾ തികഞ്ഞിട്ട് രണ്ടുപേരും പോകുന്നല്ലേ? ചെലപ്പോ ആയിരിക്കും. ചിലപ്പോ ആയിരിക്കും. അതിലെന്തോ ഒന്ന്. നിങ്ങളിങ്ങനെ എല്ലാത്തിലും എന്തോ ഒന്നുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന ആളാ. അല്ല, ഞാനേ ഷോപ്പിൽ വന്നപ്പോഴേ എനിക്ക് ആ, തോന്നിയതാ, എന്തോ നിനക്ക് എന്തൊക്കെയോ ഒരു വിഷമമുണ്ട്. ആ, അങ്ങനെ എന്താ തുറന്ന് പറഞ്ഞോ, കുഴപ്പമില്ല. അതെ. അങ്ങനെ പ്രത്യേകിച്ചിപ്പോ കാര്യമൊന്നുമില്ല. അത് ചെലവിന്റെ തുറന്ന് പൈസയുടെ കാര്യം നമ്മളെപ്പോഴേ പറഞ്ഞിട്ട്. നമ്മുടെ മനസ്സിൽ ഉം, നമ്മളൊരാളോട് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉം. അവിടെ ഒരു എന്താ പറയാ വലിയൊരു ഭാരമാക്കിയിട്ട് അത് അത് എല്ലാ പറയാ. സമയത്തും അങ്ങനെ ശരിയാണെന്നൊക്കെ തോന്നുന്നില്ല. വളരെ കുറച്ച് സന്ദർഭങ്ങളിൽ മാത്രമേ അങ്ങനെ ശരിയാവാറുള്ളൂ. നമ്മളെ വലിയും നെലിയും പോവും എന്ന് പറഞ്ഞൊരു കാര്യം കൂടി അവിടെയുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും എന്താ പറയാ എല്ലാം മൂടി കെട്ടുള്ളൂ. നിങ്ങളിപ്പോ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാണെങ്കില് ചില സമയത്ത് ഷാഹിദ് ഖാന്റെ സ്വഭാവം വളരെ പോക്കാണ്. ഭയങ്കര ദേഷ്യക്കാരനാ. ഉം. ശരി. ഇന്നിപ്പോ രാവിലെ ചെലവിന്റെ പൈസയുടെ കാര്യം പറഞ്ഞിട്ടേ അതോ നിങ്ങൾ ഇതൊന്നും ആരോടും പറയരുതട്ടാ. എനിക്ക് ഇല്ലില്ല പറഞ്ഞ. പേടിയാണ്. അവനവന്റെ കുടുംബത്തിലെ രഹസ്യങ്ങളൊക്കെ പുറത്ത് പറയാന്ന് പറയുമ്പോഴേ ആ അങ്ങനെ ഓരോന്നൊക്കെ ഒന്ന് രണ്ടൊക്കെ പറഞ്ഞിട്ടേ ആ അങ്ങനെ പൈസ ഡ്രസ് പൈസ അയച്ചു തരില്ല. പൈസ 2 മാസം കൂടുമ്പോ അയച്ചു തരും. അതിനൊന്നും കുഴപ്പമില്ല. പൈസ ഒക്കെ അയച്ചു തരും. പക്ഷെ മൂപ്പരങ്ങട് കിട്ടില്ല. അതാ പ്രശ്നം. അവർക്ക് അപ്പൊ ബിസിനസ് എന്നുള്ള ഒരു ചിന്ത മാത്രമേ. അല്ല, നമ്മളൊന്നും വേണ്ട. അതാണ് അധികം അധികം ഈ പ്രവാസികളുടെ പ്രശ്നം അതാണ്. ഉം. കല്യാണം കഴിക്കും, പോവും. ഇപ്പൊ ഉം. അടുത്തൊരു ദിവസം ഉണ്ടായി ഞങ്ങളെ വീടിന്റെ അടുത്ത്. ഉം. കല്യാണം കഴിച്ചിട്ട് ഇത്ര 20 ദിവസം നിന്നിട്ടുള്ളൂ. അവൻ ആണോ? പോയി 6 ഉം. മാസം കഴിയുമ്പത്തിന് ആ പെണ്ണ് ഉം. വേറൊരുത്തന്റെ കൂടെ പോയി. അള്ളോ. അത് ഇതിനൊരു എന്താ പറയാ, അവർക്കൊരു ലൈഫ് ഒക്കെ ഉണ്ടല്ലോ. വെറുതെ കാശ് മാത്രം അതാണ്. ചിന്തിക്കുന്ന ആണുങ്ങളാണ് കൂടുതലും. പിന്നെ എനിക്കും താല്പര്യം കേട്ടാ. നമുക്ക് എപ്പോഴും നാട്ടിൽ തന്നെ സെറ്റ് ആവണം, അല്ലെങ്കിൽ ഉം. ഒരിക്കലും വേറെ എല്ലാരും ഇപ്പൊ നിങ്ങളെ മനസ്സ് ഏഹ് പോലെ ആവില്ലല്ലോ. അതാണ് ഷാഹിദ് ഖാക്ക് എപ്പോ നോക്കിയാലും അവിടെ സ്ഥലം മേടിക്കണം, ഇവിടെ സ്ഥലം മേടിക്കണം, കാറ് അതാണ് മേടിക്കണം, ബസ് മേടിക്കണം. ഇതൊക്കെ തന്നെ ചിന്തയുള്ളൂ. ഇപ്പൊ ഈ ഞാൻ വന്ന കാറ് നിന്റെ കാർ തന്നെയാണോ? ആ അതെ അതെ എന്റെ കാറാ. ശരി. അത് എനിക്കായിട്ട് ഇങ്ങനെ ഷോപ്പ് ചെയ്യാനൊക്കെ പോകാൻ വേണ്ടി വാങ്ങി തന്നത്. അതെ. അതൊക്കെ മേടിച്ചു തരും. അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഉം. ലൈഫില്ല എന്നർത്ഥം. അതെ. അതാണ് ഏറ്റവും വലിയ സത്യം. പിന്നെ ഇപ്പൊ നമുക്ക് മോശക്കാരായി നടക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് കുടുംബം കൂട്ടക്കാരും തറവാടും ഒക്കെ ഉള്ളതല്ലേ. ഓ. കരിയാവണ്ട, നല്ല ഫ്രണ്ട്സ് ആയിട്ട് ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ കുഴപ്പമുണ്ടാ? അതപ്പോ ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെയൊക്കെ നമ്മളെ കാര്യങ്ങളൊക്കെ എല്ലാരോടും പറയുമ്പോഴേ നമ്മള് തന്നെ അവിടെ അല്ല ചെറുതായി മാറും. ഇപ്പൊ തന്നെ നമ്മളെ ഇപ്പൊ നീ എന്നോട് ഈ കാര്യം പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായ എന്താന്ന് വെച്ചാല്, ഉം. നീ എന്നെ ഉൾക്കൊള്ളുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഉം. ഒരു താല്പര്യം ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയുള്ളതാ. ഉം. എന്റെ തെറ്റാവോന്ന് അറിയില്ല. എന്തോ അങ്ങനെയൊന്നും ഒരു പെണ്ണും ഇങ്ങനെ പറയില്ല കാര്യങ്ങള്. പക്ഷെ എന്നോട് തുറന്നു പറഞ്ഞപ്പോ സന്തോഷം. അത് കേട്ടപ്പോ സന്തോഷമായി. എന്തായാലും നീലൊന്ന് കാണും. ആലോചിക്കട്ടെ. ആലോചിക്കാൻ 6 മാസം ഒന്നും വേണ്ട, 1 മിനിറ്റ് മതി. ഈ ഫോൺ വെക്കണതിന്റെ ഉള്ളിൽ പറ്റും. നോക്കാം. നമുക്ക് ആലോചിക്കാം. ആ, ആലോചിച്ചിട്ട് ഞാൻ മറുപടി പറയാം. അത് പറ്റില്ല. അല്ലാണ്ട് ഈ ഫോൺ വെക്കണ്ട. നാളെ എന്തായാലും നിങ്ങളിങ്ങനെ ഞാനൊരു എടുത്തോ പിടിച്ചോ എന്ന് കരുതിയിട്ടേ. അല്ല, എനിക്ക് അങ്ങനെയല്ല. എനിക്ക് വേറെ ഒന്നുമല്ല. നമ്മൾ രണ്ടാളും ഒരേ റൂട്ടിൽ കൂടി പോകുന്ന ആളുകളാണ്. അതിന്റെ ഉം. പേരിൽ എനിക്ക് നിന്നെ കാണണം. എന്റെ കുറെ സങ്കടങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് കേക്ക്. നോക്കാം. അത് നേരിൽ പറയാം, അല്ലാണ്ട് പറയില്ല. നോക്കാം. ശരി എന്നാ ഓക്കെ. മോൻ വരേണ്ട സമയായി. അല്ല, ശരി. ഫോൺ വെക്കണ്ടേ? ശരി. എനിക്ക് ഇത് വയ്യ. പറ. അല്ല, ഒന്ന് കണ്ടൂടെ? നോക്കാന്ന് പറഞ്ഞില്ലേ. ഞാൻ നാളെ രാവിലെ പറയാം. അത് പറ്റില്ല. ഇപ്പൊ പറ. ഷെരീഫ്ക്ക് വിളിക്കുന്നുണ്ട്. അല്ല, അല്ല, അത് കുഴപ്പമില്ല. അത് വീട്ടിൽ നിന്ന് പറഞ്ഞാൽ മതി. ഷെരീഫ്ക്ക് വിളിക്കുന്നുണ്ട്. അല്ല ഇത് വെച്ചാലേ എന്റെ ഭർത്താവ് വിളിക്കാച്ചാൽ എത്ര പ്രശ്നമില്ല. ഷെരീഫ്ക്ക് അപ്പൊ ചോദിക്കും ആരാ എന്താന്നൊക്കെ ചോദിക്കും. ഷെരീഫ്ക്ക് അതെ. ഒരു കിടികിടിയാണ്. അപ്പൊ അത് പ്രശ്നാ. എന്തായാലും ഒരു അരമണിക്കൂറിനുള്ളിൽ തിരിച്ചു വിളിക്കുവോ? ആ ഞാൻ വിളിക്കാം. ശരി. ഓക്കെ അല്ലേ? ഞാൻ കാത്തിരിക്കട്ടാ. ആ ശരി ഓക്കെ. ശരി.